മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ വർഷവും ശബരിമലയിൽ ധന്യമായ മണ്ഡലകാലം, മകരവിളക്ക്, അതിനോടനുബന്ധിച്ച് വ്രതം എടുത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ശബരിമലയിലേക്ക് പോകാറുണ്ട്. ഹിന്ദുക്കളുടെ ഉത്സവവും ആഘോഷവും ആത്മീയ ചര്യയുമായ സ്ഥിതിക്ക് ആ ശബരിമല യാത്രയിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും സംഭവങ്ങളും വാർത്താമാധ്യമങ്ങളിൽ വളരെ വികൃതമായ ചർച്ചയ്ക്ക് വിഷയമാവാറുണ്ട്. നന്മയാണ് ലക്ഷ്യം എന്ന് തോന്നത്തക്ക വിധത്തിൽ ശബരിമലയെയും വ്രതാനുഷ്ഠാനത്തെയും ഹൈന്ദവ ധാർമ്മികാചാരങ്ങളെയുമെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കാനും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും യുക്തിവാദികളും പുരോഗമനവാദികളും ബുദ്ധിജീവികളുമെല്ലാം നിശിതമായിട്ട് വിമർശിക്കാനും ചർച്ച ചെയ്യാനും ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു അപകർഷതയുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഓരോ മണ്ഡലകാലത്തെയും ഓരോ സംഭവവും വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടും അല്ലാതെയുമെല്ലാം അവതരിപ്പിക്കാറുള്ളത്. ഈ വർഷം കാര്യമായിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. മണ്ഡലകാലത്തിന് മുമ്പ് ഏതാണ്ട് ഒരു മാസം മുമ്പ് പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു, ശബരിമല യാത്രയുടെ കാലം വരുന്നു, റോഡുകളൊന്നും തന്നെ ശരിയായിട്ടില്ല, ക്രമീകരണങ്ങളൊന്നും ശരിയായിട്ടില്ല എന്ന് വൃശ്ചിക മാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായ, സന്തോഷകരമായ, അഭിമാനാർഹമായ രീതിയിൽ ശബരിമല യാത്രയ്ക്കുള്ള എല്ലാ റോഡുകളും ഏതാണ്ട് പെർഫെക്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ എക്സെപ്ഷൻ ഉണ്ടാവുമായിരിക്കാം, ഞാൻ ശബരിമലയിലേക്ക് പോയില്ല. ആ വഴിയിലുള്ള പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങൾക്ക് പോവുകയുണ്ടായി. യാത്രാക്ലേശം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്, ചർച്ചാ വിഷയമാവാറുള്ളത് പ്രാവശ്യമായില്ല. KSRTC വാഹനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഇപ്രാവശ്യം ഉണ്ടായില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അസാധാരണമാം വിധം പോലീസുകാരും ഫുഡ് ഇൻസ്പെക്ടേഴ്സും കോടതിയും ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. ഒരു പ്രശ്നമുണ്ടായില്ല. അവിടെ അരവണയുടെയും അപ്പത്തിൻ്റെയും കാര്യത്തിലും ഇടയ്ക്കൊരു ചർച്ച വന്നുവെങ്കിലും വളരെ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ടു. കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായില്ല. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ധന്യമായിട്ട് പോയതായിട്ട് തോന്നുന്നു. പത്രമാധ്യമങ്ങളിൽ വിമർശനാത്മകമായിട്ടൊന്നും വന്നില്ല. യുക്തിവാദികൾ എല്ലാ വർഷവും അടിക്കാറുള്ള മകരജ്യോതിസിനെ കുറിച്ചുള്ള ചർച്ചയും യുക്തിവാദികളുടെ അന്ത്യകൂദാശ നടത്താനായിട്ട് ശബരിമലയിലേക്ക് മകരജ്യോതിസ് തെളിയിക്കുന്ന മലയിലേക്കുള്ള യാത്രയും അതൊരു ചർച്ചാ വിഷയമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്നില്ല. പിന്നെ എന്നും ശബരിമലയിലെ ഈ മകരവിളക്കിനെ അവഹേളിക്കുന്ന ശബ്ദം ഇപ്രാവശ്യം കേട്ടില്ല. ഒരു സ്ത്രീ, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീ ശബരിമല സീസണിൽ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞത് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരുത്സാഹപ്പെടുത്തി. സാധാരണ അവരാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. നിരുത്സാഹപ്പെടുത്തി. ശബരിമല ശാസ്താവിൻ്റെ അമ്പലത്തിൻ്റെ പേര് തന്നെ മാറ്റാൻ ദേവസ്വം ബോർഡ് വന്നപ്പോൾ അതും ചർച്ചാ വിഷയമാകാത്ത വിധത്തിൽ ഒതുക്കി തീർത്തു. ഏതായാലും മകരവിളക്ക് ഇതിൻ്റെ ഒരു ചിത്രം മാതൃഭൂമിയിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ചിത്രം.
ഏതെല്ലാം എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും ശബരിമല സീസൺ അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുന്നു. ഏറ്റവും അധികം യുവാക്കള്, മിഡിൽ ഏജിന് താഴെയുള്ളവര് ഇപ്രാവശ്യം ശബരിമലയിലേക്ക് പോയതായിട്ട് പല ക്ഷേത്രങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോഴത്തേക്കും അവിടെ എല്ലാം വരുന്ന അയ്യപ്പന്മാരെ കാണാൻ സാധിച്ചു. ഈ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ശാരീരിക ത്യാഗം സഹിക്കാൻ കഴിവുള്ള ഹൈന്ദവ ജനത ഒരുപക്ഷെ ശബരിമലയിലേക്ക് ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത്, ക്രിസ്ത്യാനികളും കുറച്ച് മുസ്ലിങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണ്ട് ഏതോ ഒരു മന്ത്രി പറഞ്ഞതുപോലെ ശബരിമല അമ്പലത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർക്ക് ഒരു ഭണ്ഡാരവും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് വേറൊരു ഭണ്ഡാരവും വെക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായവര് ഇടാൻ വേണ്ടി നാണയമോ നോട്ടുകളോ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭണ്ഡാരമായിരിക്കും ആദ്യം നിറയുന്നത് എന്നൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ജനതയും ശബരിമലയിലേക്ക് പോകുന്നു. ശരിക്ക് ശാരീരികമായിട്ടുള്ള വർക്ക്, മാനുവൽ വർക്ക് ചെയ്യാൻ കേരളീയര് വിരസതയും വിമുഖതയും കാണിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും താല്പര്യം കുറഞ്ഞു വന്ന് താല്പര്യം കാണിക്കാത്ത അവസ്ഥയിലെത്തുന്നത് കൊണ്ടാണ് 44 ലക്ഷം ബംഗാളികളും ആസാമികളും ഇവിടെ വന്ന് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ശാരീരികമായിട്ടുള്ള ഏത് അധ്വാനവും ചെയ്യാതെ കസേരയിൽ ഫാനിന്റെ ചുവട്ടിലിരിക്കാൻ, വിശ്രമിക്കാൻ, എല്ലാത്തിനും വാഹനം ഉപയോഗിക്കാൻ, നടക്കുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന കേരളീയർക്ക് ഈ 10,000-3000 അടി കയറി ശബരിമലയിൽ ചെന്ന് ഇത്രയും ക്യൂ നിന്ന് ഒരു അര സെക്കൻഡ് ആ വിഗ്രഹം കണ്ട് അരവണ അല്ലെങ്കിൽ ബാക്കിയുള്ളത് വാങ്ങിച്ച് അഭിഷേകത്തിനുള്ള നെയ്യ് കൊടുത്ത് തിരിച്ചു വരാനുള്ള ഉത്കടമായിട്ടുള്ള ശാരീരിക വേദനയും മാനസികമായിട്ടുള്ള പിരിമുറുക്കവും സഹിക്കാനുള്ള ഒരു വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണ്, ഒരു ടെസ്റ്റാണ്, ഒരു എക്സർസൈസാണ്, ഒരു പരീക്ഷയാണ്, പരീക്ഷണമാണ്. അല്ലെങ്കിൽ അങ്ങനെയായി തീർന്നിരിക്കുന്നു ശബരിമലയിൽ. ഈ യാത്രയ്ക്ക് പോകുന്ന ഏത് വ്യക്തിയോടും എടുത്തെടുത്ത് പറയാനുള്ളത്, അത് ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നു, മുസ്ലിമും മുസ്ലിം ആയതിൽ അഭിമാനിക്കുന്നു എങ്കിൽ ഈ ശബരിമലയിലേക്ക് പോകുന്നത് 99.999% ഹിന്ദുക്കളായ സ്ഥിതിക്ക് ശാരീരികമായിട്ടുള്ള ഏത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറായി ഈ ഒരു യജ്ഞം നടത്താൻ തയ്യാറായ ഹിന്ദുക്കൾക്ക് മാനസികമായിട്ടുള്ള ഏത് പിരിമുറുക്കവും താങ്ങാൻ കഴിവില്ലാത്ത മലയാളി ഈ പിരിമുറുക്കം താങ്ങുന്ന കാലഘട്ടത്തിൽ അഭിമാനത്തോടുകൂടി നമ്മൾ ഹിന്ദുവാണെന്നും ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിക്കണമെന്നും അങ്ങനെ ഹിന്ദു എന്ന വാക്കും ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നതും എത്ര വർഗീയമാണെന്ന് ലോകത്തിലെ ആര് പറഞ്ഞാലും അതൊരു1000 പ്രാവശ്യം പറയാൻ സന്നദ്ധനാണെന്നും തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു മാനസിക ശക്തി കൂടി ഹൈന്ദവ ജനതയ്ക്കുണ്ടായാൽ ഇന്ന് ഭാരതീയ സംസ്കാരത്തെയും ഭാരതീയ ഗ്രന്ഥങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവരുമായി ബന്ധപ്പെട്ടതിനെ എല്ലാത്തിനെയും എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും എന്ത് സഹായവും ന്യൂനപക്ഷത്തിന്റെ പേരിൽ ചെയ്തു കൊടുക്കുമ്പോൾ ഭൂരിപക്ഷത്തെ അകറ്റി നിർത്തി അവരേതാണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള പൗരന്മാരാണെന്നുള്ള രീതിയിൽ പെരുമാറുന്നത് മാറണമെങ്കിൽ ഈ ശബരിമല യാത്രയ്ക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഏത് സംഘർഷപൂരിതമായ അവസ്ഥയെയും നേരിടാൻ തക്ക ചങ്കൂറ്റമുള്ള ഹൈന്ദവ ജനതയ്ക്ക് അതേ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തിയും ഉണ്ടാവണം. നമ്മുടെ ഹൈന്ദവ ധർമ്മം പഠിച്ച് അതിൽ തിന്മകളുണ്ടെങ്കിൽ കളഞ്ഞ്
അന്ധവിശ്വാസവും ദുരാചാരങ്ങളും അകറ്റി 21ാം നൂറ്റാണ്ടിലെ ലോകമതമാവാൻ ഒരു മിഷണറിയും ഒരു മതം മാറ്റവും ഒരു തരത്തിലുള്ള നെഗറ്റീവുകളും പറ്റിക്കലും ചതിയും വഞ്ചിക്കലും ഒന്നും ചെയ്യാതെ ധന്യമായി ഹിന്ദുധർമ്മം പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്റർപ്രീനർഷിപ്പ്, ഒരു ഇച്ഛാശക്തി നമ്മുടെ മനസ്സിലുണ്ടായാൽ ഈ കലിയുഗ വരദൻ എന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് കലിയുഗത്തിലെ ഹൈന്ദവ ജനതയ്ക്കും ഹൈന്ദവ വിശ്വാസങ്ങളിലെ നന്മകൾ സ്വീകരിക്കാൻ തയ്യാറുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ മാസീവായിട്ടുള്ള നമ്മളുടെ തീർത്ഥയാത്ര കാണാനും കാണിക്കാനും പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമുക്ക് കുറെ കൂടി ഉപയോഗിക്കാൻ സാധിക്കും. ഹിന്ദുവാണെന്ന അഭിമാനത്തോടു കൂടി പറയണം. കുറേ വ്യക്തികൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ കമന്റിലൂടെ എഴുതാറുണ്ട്, എല്ലാവരും ഹിന്ദുധർമ്മം പഠിക്കണം, ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, രാമായണം വായിക്കണം എന്നൊക്കെ പറയുന്നുള്ളൂ. ഹിന്ദു ആണെന്ന് പറഞ്ഞ് അഭിമാനിക്കണമെന്ന് ആരും പറയാറില്ല. ആ വരി കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ട് ഹിന്ദുവിന് ഹിന്ദുവാണെന്ന് അഭിമാനിച്ചുകൂടാ? നായർക്ക് NSSകാരനും ഈഴവൻ SNDP ആണെന്നും പുലയന് പുലയ മഹാസഭയിലെ ആളാണെന്നും അയ്യർക്കും അയ്യങ്കാർക്കും തമിഴ് ബ്രാഹ്മണനാണെന്നും പറയാമെങ്കിൽ ഇവരെല്ലാവരും കൂടുന്ന ഹൈന്ദവ ജനതയ്ക്ക് ഹിന്ദു ആണെന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ് അത് മറ്റുള്ളവരെയും കൊണ്ട് പറയിപ്പിച്ച് ഈ ഭാരതത്തിൽ ഇസ്രായേലിൽ നിന്നോ മക്കയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ വന്നവരാരുമില്ല, എല്ലാവരും ഹിന്ദുക്കളായിരുന്നു, ഹിന്ദുക്കളാണ്. ഈ ഭാരതത്തിൻ്റെ പൈതൃകം അഭിമാനത്തോടുകൂടി ഹിന്ദുക്കൾ സ്വീകരിച്ചാലേ ഹിന്ദുക്കളല്ലാത്തവർക്ക് കൂടി അതിൽ അഭിമാനമുണ്ടാവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ശബരിമലയിലെ യാത്ര മകരവിളക്ക് കഴിഞ്ഞ് ധന്യമായിട്ട് മകരജ്യോതിസ് കണ്ട് ശബരിമലയിലെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് പ്രണമിച്ച് തിരിച്ചു വന്ന ഹൈന്ദവ ജനത അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് ജാതിയിലോ വിഭാഗത്തിലോ പെട്ടവരാണെങ്കിലും അഭിമാനത്തോടു കൂടി ഒരു 100 വട്ടം പറയാൻ, ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാൻ, അതിനെ ആര് വർഗീയമെന്ന് പറഞ്ഞാലും കമ്മ്യൂണൽ എന്ന് പറഞ്ഞാലും സങ്കുചിത മനോഭാവം എന്ന് പറഞ്ഞാലും അസഹിഷ്ണുത എന്ന് പറഞ്ഞാലും ഈ അസഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവമായിട്ടിരിക്കുന്നവരാണ് മറ്റുള്ളവരെ അസഹിഷ്ണുക്കൾ എന്ന് പറയുന്നത്. മതങ്ങളെ മാത്രം ഉപയോഗിച്ച് അമ്മാനമാടി പള്ളിമേടകളിലും മുസ്ലിം നേതാക്കന്മാരുടെ വീടുകളിലും കയറിയിറങ്ങി നിരങ്ങുന്നവരാണ് മറ്റുള്ളവരെ മതമൗലികവാദികൾ എന്ന് വിളിക്കുന്നതെന്നും ഗവൺമെന്റിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ബുദ്ധിജീവികൾ ചില കാര്യങ്ങളിൽ പ്രതികരിക്കുകയും മറ്റുള്ളതിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതെന്ന് കേരള ജനത തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കാനും എല്ലാവർക്കും അവനവൻ്റെ മതത്തിൽ അഭിമാനിക്കാൻ അവകാശമുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി അവകാശം ഹിന്ദുവിനാണ്. കാരണം നമ്മൾ നമ്മുടെ മതം മാത്രം, നമ്മുടെ പുസ്തകം മാത്രം, നമ്മുടെ ദൈവം മാത്രം, നമ്മുടെ രീതി മാത്രം, നമ്മുടെ വഴി മാത്രം ശരി എന്ന് പറഞ്ഞിട്ടില്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അത് നമ്മുടേതാണെന്ന് പറഞ്ഞ ഒരേ ഒരു മതത്തിൻ്റെ അവകാശിയായ ലോകത്തിലെ 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ അവശേഷിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരേ ഒരു സംസ്കാരമായ ഹിന്ദുധർമ്മം, 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദുധർമ്മം അതിൻ്റെ പ്രതീകങ്ങളെയും ആരാധനാലയങ്ങളെയും അതിൻ്റെ പ്രവർത്തനത്തെയും ഗ്രന്ഥങ്ങളെയും അവഹേളിക്കാനും അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും നിരന്തരം യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും ശ്രമിച്ചിട്ടും അതെല്ലാം പച്ച മലയാളത്തിൽ ചീറ്റിപ്പോയി അവരുടെ കൂടെ ഉള്ളവര് തന്നെ ഈ അമ്പലങ്ങളിൽ ക്യൂ നിൽക്കുകയും ആത്മീയതയിലേക്ക് തിരിച്ചു വരികയും പൂജാരിയുടെ മുമ്പിൽ 2 കൈ നീട്ടി തീർത്ഥവും പ്രസാദവും വാങ്ങിച്ച് തൊഴുത് മടങ്ങുകയും ചെയ്യുന്നത്
ഒരു ബിഷപ്പിന്റെയും മെത്രാന്റെയും കർദിനാളിന്റെയും നിർദ്ദേശപ്രകാരമല്ല, തന്നെത്താനെ മനസ്സിൽ തോന്നിയതാണ്. ആ തോന്നലാണ് ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും മഹത്തായ ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞ് എവിടെയെല്ലാം സാധിക്കുമോ, നിങ്ങളുടെ സ്കൂളിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും നാട്ടിലായാലും ഓർഗനൈസേഷനിലാണെങ്കിലും ഹിന്ദുവാണെന്ന് ഉറപ്പിച്ചു പറയാനും, നെറ്റിയിൽ ചന്ദനം തൊടാനും, രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് വെച്ച് 20 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാനും, നമ്മളുടെ ഗ്രന്ഥങ്ങളിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, അത് സാധിക്കുന്നിടത്തോളം ജീവിതത്തിൽ പകർത്തി മുമ്പോട്ട് പോകാനും, കൂടുതൽ ധന്യമായവ ചേർക്കാനും, നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കുറെ കൂടി ചൈതന്യവത്താക്കാനുള്ള കമ്മിറ്റികളിൽ ഭാഗവാക്കാകാനും, ഹൈന്ദവമായ അറിവുകൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ആരൊക്കെ പ്രയത്നിക്കുന്നോ അവരുടെ കൂട്ടത്തിലെല്ലാം ചേർന്ന് പ്രയത്നിക്കാനും സാധിക്കുന്ന ഒരു മാനസിക ശാരീരികാവസ്ഥ ഹിന്ദുവിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ മകരവിളക്ക്, മകരസംക്രാന്തി, മകരജ്യോതിസ്. ആ മകരസംക്രാന്തി ദിവസത്തെ ശ്രീകോവിലിനകത്തേക്കുള്ള ദർശനത്തോടെയുള്ള തീർത്ഥാടനം. അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസമില്ലാതെയാകുമെന്ന് പ്രഖ്യാപിച്ചവരാണെങ്കിലും ഒരു പ്രശ്നവും ഒരു ആക്ഷേപവുമില്ലാതെ ഇപ്രാവശ്യം അതിഗംഭീരമായിട്ട് നടത്തി എന്നുള്ള അഭിമാനാർഹമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ യാത്ര പോകുന്നവര് ശ്രമിക്കണം. നന്മകൾ എന്നും നന്മകളാണ്. വഴിയിൽ മുഴുവനും ATM-ന്റെ മെഷീൻ വെച്ചിരുന്നു, അതിൽ നോട്ട് നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു. ഡോക്ടർമാര് ധാരാളം പേരുണ്ടായിരുന്നു. നല്ല നിർദ്ദേശങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളവർക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. വിശ്രമിക്കാനുള്ള സൗകര്യവും ഭക്ഷണത്തിൽ നല്ല ക്രമീകരണവും ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. അപ്പൊ ഹൈന്ദവ ജനതയ്ക്ക് ആത്മാഭിമാനം ഉണ്ടായാൽ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിച്ച്, ഹിന്ദുവായി തന്നെ വളർന്ന്, ഹിന്ദുവായി തന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയണമെന്നും ആരെല്ലാം ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള മഹായജ്ഞത്തിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കണമെന്നും, ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരൽ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും കൂടിയാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ ധന്യമായിട്ടുള്ള മകരജ്യോതി ദർശനം നടത്തിയവർക്കും അതിനുവേണ്ടി എല്ലാ സപ്പോർട്ട് ചെയ്തവർക്കും ഭരണാധികാരികൾക്കും എല്ലാം പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.